എത്തുങ്കൽ അഥതദാനിം മാനിനി ജനമൗലിരത്നഭൂത ധൃഷ്ടദ്യുമ്ന സഹോദരീ പഞ്ചപാണ്ഡവൈക പ്രിയതമാ പാഞ്ചാലരാജപ്രിയതനയാ ചിരതര സമധിഗത ദുസ്സഹ പരിഭവ നിസ്സഹൃദയാ നിരങ്കുശാങ്കുരിത ദുശാസന വക്ഷോ വിക്ഷോഭണാവലോകന ഔത്സുഖ്യ ദിവസസ്യ ശതകൃത്വാഹ സമയാവസാന ദിവസ പരിഗണനയാ കഥം കഥമപി സമാപിത ത്രയോദശ സംവത്സരാ തത്സമാപ്തി സമയ സമ്പദ്യമാന സൈന്യ സംഭാര സമ്പത്തി സംപ്രീതചേതാ വിശാചികാവേശപരവശീഭൂതാനാം വിശ്രദ്ധ പ്രകൃതീനാം വിശ്വവീരാണാമഭി നിജവല്ലഭാനാം അവജ്ഞാതസ്വപ്രതിജ്ഞാം അവിജ്ഞാത നിജപരിഭവാം അധരീകൃത ധൈര്യാടോപം വിധുരീകൃത ധൈര്യബന്ധാം അതിമതൃണാം താദൃശിംഗിരം നാദിദൂരനിഷണ്ണാ സംശൃണ്വതി അഹദാനിം പാഞ്ചാലരാജപ്രിയതനയാ വൈഭവമുണ്ടല്ലോ. എന്തും വിചാരിച്ച പോലെ ചെയ്യാനുള്ള കഴിവുള്ള ആളാണ് കൃഷ്ണൻ. കൃഷ്ണൻ സന്ധി ചെയ്യിപ്പിക്കുമല്ലോ. ഇനി എന്തു വേണം? താൻ എന്താ ചെയ്യേണ്ടത്? എന്താ വേണ്ടിയ നിശ്ചയില്ലാതെ കണ്ടായി തന്നോട് ആരോടും ചോദിക്കൂ. തൻ്റെ ഈ സങ്കടത്തെ ആരെങ്കിലും അറിയൂ? ആരോടാ പറയപ്പോ? ആരോട് പറയണം? എന്താ വേണ്ടിയ നിശ്ചയില്ലാതെ കണ്ടായി ദ്രൗപദിക്ക് എങ്ങനെയെങ്കിലും അടുക്ക ചെന്ന് ഈ കാര്യം ഒന്ന് അറിയിക്കാൻ എന്താ മാർഗം? സഭയിലേക്കാണെങ്കിൽ പ്രവേശിക്കുക വയ്യ. ഞാൻ എന്ത് ചെയ്യണം? കൃഷ്ണൻ തന്നോട് പറയാതെ കണ്ടിപ്പോ അങ്ങോട്ട് പോയി എന്ന് വരും. പോയാൽ സന്ധ്യയാകണ്ടാവണത് എന്നുണ്ടെങ്കിൽ കട്ടേ തൻ്റെ ആഗ്രഹങ്ങളൊക്കെ നിഷ്ഫലായാലോ. ഇതെട്ടും അനുഭവിച്ചുകൊണ്ട് കഴിയേണ്ടവരുമല്ലോ. കൃഷ്ണ എന്ത് ചെയ്യണം? എന്താ അതിന് മാർഗം എന്നിങ്ങനെ വിചാരിച്ചപ്പോ ദ്രൗപദിക്ക് തോന്നി കൃഷ്ണനോട് തന്നെ പറയാം. അല്ലാണ്ട് മാർഗമില്ലല്ലോ. തൻ്റെ മനസ്സിലെ സങ്കടം കൃഷ്ണനോട് തന്നെ പറയാം. അദ്ദേഹത്തിനോട് പറഞ്ഞാൽ അതിന് പരിഹാരം ഉണ്ടാവും. ഇതിനു മുമ്പ് ഏതൊരവസരത്തിലായാലും തനിക്ക് സഹിക്കവയ്യാതെ കണ്ടുള്ളത് ഉണ്ട്. അപ്പോ കൃഷ്ണനെയാണ് ആശ്രയിക്കാറ്. കൃഷ്ണ അവിടെ നിന്ന് അല്ലാതെ കണ്ട് ആര് ശരണല്ലേ പ്രസാദിക്കണേ. ഭഗവാനെ തന്നെ ആശ്രയിക്കുക. പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് അല്ലേ? വസ്ത്രം അഴിക്കാനായിട്ട് ആരംഭിച്ചപ്പോ എല്ലാവരും തൻ്റെ സംരക്ഷകന്മാരാണ് അവിടെ ഉള്ളത് എന്നുണ്ടെങ്കിലും വേണ്ടില്ല, അവരെ കൊണ്ട് ആരെ കൊണ്ടും ചെയ്യാൻ സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോ കൃഷ്ണ അബദ്ബാന്ധവ ഋഷികളെ ഭഗവാനെ സ്മരിച്ചപ്പോ അതിന് പരിഹാരം അപ്പം ഉണ്ടായി. ദ്വാരകയിങ്കലിരിക്കുന്നതായുള്ള കൃഷ്ണൻ ഈ കുരുതപയിൽ നടക്കുന്നതായിട്ടതിന് പരിഹാരം ഭഗവാൻ ചെയ്തു. ആ ഭഗവാന്റെ മഹത്വം എത്രയാന്ന് കണക്കാക്കിക്കൂടാ. ഇന്ന് തന്നെ നിർത്തിയുള്ളൂ. ദുർവാസാവു മഹർഷി ശപിച്ച് ഭസ്മമാക്കാനായി കൊണ്ടുവന്ന അവസരത്തെങ്കിലും ഭഗവാൻ തന്നെ സംരക്ഷിക്കേണ്ടായിരിക്കണത്. അപ്പോ ഭഗവാൻ വിചാരിച്ചാൽ എല്ലാ തരത്തിലുള്ള സംരക്ഷകളും ചെയ്യാൻ സാധ്യമാകും. അതുകൊണ്ട് ആ ഭഗവാനെ തന്നെ കണ്ടു പറയാ തന്റെ ആഗ്രഹത്തെ എന്താണ് അവന്റെ മനസ്സിലെ ദണ്ഡം എന്നുള്ളത് ഭഗവാനെ അറിയിക്കുക എന്ന് വിചാരിച്ചുകൊണ്ട് ദ്രൗപദി ഭഗവാനോട് ഈ വൃത്താന്തം അറിയിക്കാം എന്ന് വിചാരിച്ചും കൊണ്ട് ഇങ്ങനെ ഭക്തവത്സരനായിരിക്കുന്ന യാതു ഭഗവാൻ ശ്രീകൃഷ്ണനോ പരമഭക്തന്മാരായിട്ടുള്ള പാണ്ഡവന്മാരുടെ അപേക്ഷ ഹേതുവായി